ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന അറേബ്യൻ പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഈ നോമ്പ് സമയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. ആൻഡ് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഡിംഗ് ആണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കിയാലോ? അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട അനുസരിച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാം. പിന്നെ നമുക്ക് വേണ്ടതാണ് കസ്റ്റാർഡ് പൗഡർ. ഞാനിവിടെ വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പാലിൽ ഒരു 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കേ. പിന്നെ നമുക്ക് ഈ മിക്സിലെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കേ. എന്നിട്ട് പാലും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ്. ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ 4 സൈഡ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണ് വെക്കേണ്ടത് ആ പാത്രത്തിനനുസരിച്ച് നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഇടേ. അതിന്റെ മുകളിൽ നമുക്ക് നമ്മൾ കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. അതേപോലെ വീണ്ടും നമുക്ക് സെക്കൻഡ് ലെയറിൽ ബ്രെഡ് ഇട്ട് കൊടുക്കാം. വീണ്ടും കസ്റ്റാർഡ് ആക്കി ഇങ്ങനെ ടോട്ടൽ 3 ലെയേഴ്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നട്ട്സ് ഒക്കെ കയ്യിലുള്ളവർക്ക് ഇത് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ടോട്ടൽ 3 ലെയർ ബ്രെഡ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് എങ്കിലും വെച്ചിട്ടുണ്ട്. സെറ്റ് ആവും. ആൻഡ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല കിഡിയിലും ടേസ്റ്റ് ആണ്. അപ്പൊ അത്രയുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് അറേബ്യൻ പുഡിംഗ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കസ്റ്റാർഡ് ഒക്കെ ചേർത്ത്. ഈ നോമ്പിന്റെ സമയത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലും പുഡിംഗ് തന്നെയാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായ പുഡിംഗ് ആണ്. അപ്പൊ എല്ലാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.